ഹലോ, നമുക്കൊരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പം കഴിഞ്ഞ ദിവസം വാങ്ങിയ ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇവിടെ ഫ്രൈഡ് ചിക്കൻ ആണ്. ഇവിടെ പൊതുവെ മസാല കൂട്ടിയിട്ടുള്ള ചിക്കൻ കൊണ്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കണതാണ് ഇഷ്ടം. ഏട്ടനായാലും അമ്മയ്ക്കും കുറച്ച് സ്പൈസി രീതിയിൽ. അപ്പം ഞാൻ ഈ പൊടിയായിട്ട് എടുത്തേക്കുന്നത്, നമ്മൾ ഡിപ്പ് ചെയ്യാൻ എടുത്തേക്കണത് ഓട്സും അതുപോലെ തന്നെ കോൺഫ്ലവർ ആണ്. കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ എനിക്ക്. നമുക്ക് എത്രയാണോ ചിക്കൻ എടുക്കണം അതിനൊരു ലെവൽ വെച്ചിട്ട് ഞാൻ എടുക്കുക. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഒരു ഏവറേജ് ഒരു കണക്ക് വെച്ചിട്ടാണ് എടുക്കാറ്. പിന്നെ ആ ഒരു ബാറ്ററായിട്ട് യൂസ് ചെയ്തിരിക്കണതും കോൺഫ്ലവർ തന്നെയാണ്. അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വേഗം മറ്റേ നമ്മുടെ ബാറ്ററായിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ചെയ്തിലേക്ക് ചിക്കൻ വേഗം ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു പൊടിയിലേക്കും കൂടി വേഗം വേഗം ഡിപ്പ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചു. പിന്നെ വേഗം എണ്ണ ചൂടാകാൻ വെച്ചു. പിന്നെ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടു. ഇവിടെ ഞാൻ ഈ രീതി തന്നെയാണ് യൂസ് ചെയ്യുക. കാരണം അമ്മയ്ക്കും ഏട്ടനും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ് ഇഷ്ടം. പുറത്തുനിന്ന് വാങ്ങുന്നത് അവരങ്ങനെ കഴിക്കില്ല. അപ്പം ഞാൻ കൂടുതലും ഞാൻ വീട്ടിൽ തന്നെയാണ് ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നീട് നമ്മളതൊരു ഫ്ലെയിം എന്ത് ചെയ്യുക, ഒരു മീഡിയത്തിലേക്ക് മറ്റേ കാരണം അത് സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് എപ്പോഴും അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ടൈം എടുക്കും ഇതൊന്ന് സെറ്റായി വരാൻ. അപ്പം നമുക്ക് പുറത്ത് പോയി വാങ്ങുമ്പോൾ നല്ല റേറ്റാണ്. അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് ചിക്കൻ വാങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ ബെറ്റർ, സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത്